വീണ്ടും ക്ഷേത്ര തകർത്ത അല്ലെങ്കിൽ സർപ്പക്കാവുകൾ തകർക്കുന്ന സമീപനം CPM നേതാക്കൾ തന്നെ കൈക്കൊള്ളുന്നു. ഹിന്ദുവിരുദ്ധത എന്ന് തന്നെ പറയാം. അതെ, അങ്ങനെ തന്നെ പറയാം. നീക്കങ്ങൾ കാണുമ്പോൾ അതെ, വീണ്ടും ഹിന്ദുവിരുദ്ധതയുമായി CPM. തിരുവനന്തപുരത്തെ പുരാതനമായ സർപ്പക്കാവ് വെട്ടിത്തെളിച്ച് CPM നേതാവ്. വട്ടിയൂർക്കാവ് കാച്ചാണിയിലെ കൈതറക്കോണം കാവ് നശിപ്പിച്ചത് ചെറിയ കുണ്ണി വാർഡ് മെമ്പർ മധു. കാവിലെ നാഗവിഗ്രഹങ്ങൾ CPM നേതാവ് അപഹരിച്ചുവെന്നും പരാതിയുണ്ട്. ജനം ബ്രേക്കിംഗ്. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഉള്ള ഒരു കാവാണ് ഇത്. ഈ കാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഭാഗങ്ങളിൽ ഈ ഒരു കാവ് മാത്രമേ ഉള്ളൂ. അന്ന് മുതൽ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഇത് ഇവിടെ പൂജയും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതൊരു ബ്രാഹ്മണ കുടുംബത്തിൻ്റെ സ്ഥലമാണ്. 2 ഏക്കർ 20 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. അതിൽ അവർ 2 ഏക്കർ വിറ്റു 20 സെൻറ്റ് കാവിലത്തേക്ക് വേണ്ടി മാറ്റിയിട്ടു. ഇപ്പോൾ ഈ 20 സെൻറ്റ് മാറ്റിയിട്ടിരുന്ന സ്ഥലത്ത് ഇപ്പം ഇതിൽ 10 സെൻറ്റ് സ്ഥലം മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ചെറിയ ഉണ്ണി CPMൻ്റെ ചെറിയ ഉണ്ണി വാർഡ് മെമ്പർ, ഇപ്പോഴത്തെ വാർഡ് മെമ്പർ മധു എന്ന് പറയുന്ന ആളിന് ഇതിൻ്റെ തൊട്ട് മേളിൽ സ്ഥലമുണ്ട്. പുള്ളി റിയൽ എസ്റ്റേറ്റാണ്. പുള്ളിക്ക് ഇത് റിയൽ എസ്റ്റേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാവ് ഇവിടെ നിന്ന് മാറണം. അതിനു വേണ്ടിയാണ് പുള്ളി ഈ കാവിനെ വെട്ടിത്തെളിക്കാൻ വേണ്ടി ആദ്യം ഇവിടെ വന്ന് ഇവിടെ ഇരുന്ന വിഗ്രഹങ്ങൾ ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഇവിടെ ആരും ഇല്ലാതിരുന്ന സമയത്ത് ഒരു 4-5 പേര് ഇവിടെ വന്ന് വാളുകളായിട്ട് വന്ന് അവർ ഈ മരങ്ങൾ കംപ്ലീറ്റ് മുറിച്ച് ഈ കാവിൻ്റെ മണ്ടയിൽ കൂടെ ഇട്ടു. ഇത് മൊത്തം ഇടുങ്ങി കിടക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ 1121 അമ്മ വിലയാധാരം വാങ്ങിച്ച 2 ഏക്കർ 10 സെൻറ്റിൽ ചേർന്ന് കിടന്ന കാവാണിത്. അന്ന് മുതൽ ഞങ്ങൾ തന്നെയാണ്, അമ്മയുടെ കാലം കഴിഞ്ഞ് ഞങ്ങൾ തന്നെയാണ് പൂജാതി കാര്യങ്ങൾ പോയിട്ട് വിളിച്ച് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴേ അടുത്ത് കിടന്ന വസ്തു വിറ്റപ്പോഴെന്ത് അയാൾ ഇതും കൂടെ വെട്ടി ചേർത്ത് വസ്തു വിൽക്കാൻ വേണ്ടി ഉള്ള പരിപാടിയാണ്. ഇതിൻ്റെ പൂജയും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നത് കിഴാവക്കുളം മഠത്തിലെ ശങ്കരനാരായണൻ പോറ്റി എന്ന ഒരു തന്ത്രിയാണ്. അവസാനത്തെ പൂജയും അദ്ദേഹം നടത്തിയത് 1 മാസത്തേക്ക് മുമ്പ് തലേദിവസം വിളിച്ചു പറഞ്ഞ് ഇനി പൂജയൊന്നും നടത്താൻ വരണ്ട, ഇതിൻ്റെ വിഗ്രഹങ്ങളൊക്കെ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി, ഇനി ഇവിടെ കാവൊന്നുമില്ല എന്ന് പറഞ്ഞ്. അങ്ങനെയാണ് നമ്മൾ ഈ കാവ് സംരക്ഷണ സമിതി ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പിന്നെ ഈ കാവിനെ നശിപ്പിച്ച ഇയാൾക്കെതിരായിട്ട് മധു എന്നുള്ള മെമ്പർക്കെതിരായിട്ട് സർക്കിളിന് കേസ് കൊടുക്കുന്നതും പിന്നെ വരുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. രശ്മി കാർത്തിക ചേർന്ന വിവരങ്ങളുമായി. രശ്മി, ഈ നാട്ടുകാരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം അതാണ്, വളരെ വർഷങ്ങളായി ഇപ്പോൾ സംസാരിച്ച ആളുകളുടെയും ഒക്കെ അവരൊക്കെ ജനിക്കുന്നതിന് മുൻപ് ഉണ്ടായിരുന്നതാണ്. പക്ഷെ അത് ഒറ്റയടിക്ക് നാളെ മുതൽ ഇവിടെ പൂജയൊന്നുമില്ല, കാവിലിനി വിളക്ക് എത്തിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് എടുത്ത് മാറ്റി അങ്ങ് വെളുപ്പിക്കുകയാണ്, കാട് വെട്ടിത്തെളിക്കുകയാണ്. അവിടെ എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത്? വീണ, CPMന്റെ ഹിന്ദുവിരുദ്ധത അത് ഒരു ആദ്യത്തെ സംഭവമല്ല. അത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന CPMന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സമീപനം തന്നെയാണ്. ഈ കാവ് സ്ഥിതി ചെയ്യുന്നത് വട്ടിയൂർക്കാവ് കാച്ചാണി വാർഡിലാണ്. അത് വള്ളൻ കൈതറക്കോണം ആണ് ഈ കാവ് സ്ഥിതി ചെയ്യുന്നത്. അതിപുരാതനമായിട്ടുള്ള കാവാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇത്തരത്തിൽ ഈ കാവ് ഉണ്ട്. കാവ് അതേ രീതിയിൽ സംരക്ഷിച്ചു പോകുന്നു. നാഗർ ദൈവങ്ങളുടെ പ്രതിഷ്ഠയുണ്ട്. കൃത്യമായി എല്ലാ മാസവും ആയില്യം നാളിലാണ് ഇവിടെ പൂജ നടത്തുന്നത്. അതിനായി പ്രത്യേക തന്ത്രി ഉൾപ്പെടെ ഉണ്ട്. ആ നാടിന്റെ ഒരു വളരെ പുരാതനവും പവിത്രവുമായിട്ട് സംരക്ഷിച്ചു പോകുന്ന ഒരു കാവാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഉള്ള ഒരു ഇടപെടൽ ഈ ഒരു CPM നേതാവ് മധുവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അയാൾക്ക് ഈ കാവിനോട് ചേർന്ന് കുറച്ച് അയാളുടേതായിട്ട് കുറച്ച് വസ്തുവുണ്ട്. ആ വസ്തുവിന്റെ കച്ചവടം നടക്കാത്തത് കാവുള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ് ഇയാൾ പറയുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇയാളുടെ സമീപനം കാവിലേക്ക് ഒരു ദിവസം കൂട്ടുകാരോടൊപ്പം അദ്ദേഹത്തോടൊപ്പം ഉള്ളവരോട് എത്തി ഈ കാവ് പൂർണ്ണമായും വെട്ടി നശിപ്പിക്കുകയാണ് ചെയ്തത്. യാതൊരു തരത്തിലുള്ള
ഇത് അത്രത്തോളം പരിപാവനമായി കൊണ്ടു നടന്ന ഈ കാവിനെയാണ് പൂർണ്ണമായി വെട്ടിത്തെളിപ്പിക്കുകയും മാത്രമല്ല നാഗർ ദൈവങ്ങളുടെ പ്രതിഷ്ഠ അപഹരിച്ച് ഇയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്തത്. ഇത് കണ്ടവരുണ്ട്, സാക്ഷികളുണ്ട്, അരുവിക്കര പോലീസിന് കേസ് നൽകിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇനി ആ കാവിന്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് നിലവിൽ അവശേഷിക്കുന്നത്. ആ കാവ് കൂടി നശിപ്പിക്കാനുള്ളൊരു ശ്രമം ഈ CPM നേതാവിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കാവ് വളരെ വേഗം ഈ വൃക്ഷങ്ങളൊക്കെ തന്നെ കെട്ടുപോകുന്ന തരത്തിലുള്ള കീടനാശിനികൾ അടിക്കുന്നതിന് വേണ്ടി ഇയാൾ പലപ്പോഴും രാത്രിയിൽ മറ്റുള്ളവരുമായി സംഘം ചേർന്ന് ഈ കാവിൽ എത്താറുണ്ട്. ഇത് വലിയ രീതിയിൽ നീചമായ ഒരു പ്രവൃത്തിയാണ് CPM നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതിനെ വലിയ രീതിയിൽ ജനരോഷം ഉയരുന്നുണ്ട്, വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുന്നുണ്ട്. ക്ഷേത്ര സംരക്ഷണ സമിതി ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതിപുരാതനമായി നൂറ്റാണ്ടുകളായി സംരക്ഷിച്ചു പോകുന്ന നാഗർകാവ് ആണ് ഇതേ രീതിയിൽ ഒരു വളരെ പെട്ടെന്നൊരു ദിവസം ഇനി ഇവിടെ പൂജ നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഗുണ്ടായിസം പോലെ എത്തുകയും കാവ് വെട്ടിത്തെളിക്കുകയും ചെയ്തത്. അതിനുശേഷം നാഗർദൈവങ്ങളുടെ പ്രതിഷ്ഠ പോലും അപഹരിച്ച് അയാളുടെ വീടിന്റെ ഏതോ ഒരു ഭാഗത്ത് കൊണ്ടുവച്ചിരിക്കുകയാണെന്നുള്ളതാണ് ഈ നാട്ടുകാരൊക്കെ പറയുന്ന ഒരു കാര്യം. ഏതായാലും വലിയ രീതിയിൽ ജനരോഷം ഈ വിഷയത്തിൽ ഉയർന്നിട്ടുണ്ട്. പ്രദേശവാസികളടക്കം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസിൽ പരാതി നൽകിയതിനു ശേഷവും ഇയാൾ ഈ കാവ് നശിപ്പിക്കുന്നതിനായി അവിടേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് പ്രദേശവാസികളുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. വീണ ഒരു ഹിന്ദു നാമധാരിയായ ഒരു പഞ്ചായത്ത് മെമ്പറിൽ നിന്ന് തന്നെയാണ് ഈ ഒരു സമീപനം വരുന്നത്. കാവ് വെട്ടിത്തെളിച്ചെല്ലാം വെട്ടിപ്പിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. രശ്മി കാർത്തിക, ഇക്കാര്യത്തിൽ എന്താണ് റവന്യൂ അധികാരികൾ അല്ലെങ്കിൽ വില്ലേജ് അധികാരികൾ, അവരാണല്ലോ ഇതേ സംബന്ധിച്ച ഇത് ഇദ്ദേഹത്തിൻ്റെ വസ്തുവാണോ അല്ലെങ്കിൽ അങ്ങനെ കയ്യേറാനുള്ള ഒരു നീക്കം വന്നാൽ അത് തടയാൻ റവന്യൂ വിഭാഗം എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നുണ്ടോ? പ്രത്യേകിച്ചും വലിയ പ്രതിഷേധം കൂടി ഉയരുന്നു. വിശ്വാസത്തെ സംബന്ധിച്ച പ്രശ്നമാണ്. കാവ് വെട്ടിത്തെളിക്കുന്നത് ക്രിമിനൽ കുറ്റകരമായ ഒരു നടപടിയാണ്. അപ്പോൾ റവന്യൂ പോലീസ് അധികാരിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ രശ്മി കാർത്തിക? നിലവിൽ ഈ ഒരു സംഭവത്തിന് പിന്നാലെ പോലീസിൽ പരാതി നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അരുവിക്കര പോലീസിനാണ് പരാതി നൽകിയിട്ടുള്ളത്. തുടർ നടപടികളായി പോകും എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നൊരു കാര്യം. റവന്യൂ വിഭാഗം ഇതുവരെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. ആകെ ഇത് 20 സെന്റ് വസ്തുവാണ് ക്ഷേത്രത്തിൻ്റെതായിട്ട് അന്ന് ഈ രാജകുടുംബം നൽകിയത്, ഈ ബ്രാഹ്മണ കുടുംബം നൽകിയത് 20 സെന്റ് വസ്തുവാണ്. പക്ഷേ അത് അളന്ന് തിട്ടപ്പെടുത്തിയ സമയത്ത് അത് 10 സെന്റ് മാത്രമേ ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ളൂ. അതിന്റെ ബാക്കിയുള്ള സെന്റ് ഈ മധു അപഹരിച്ചു എന്നുള്ളതാണ് പറയുന്ന ഒരു കാര്യം. ഏതായാലും ഈ കാവ് സംരക്ഷിക്കപ്പെടണം. കാവിനെ ഇത്തരത്തിൽ വെട്ടി നശിപ്പിക്കുന്നത് ക്രിമിനൽ കുറ്റം കൂടിയാണ്. പക്ഷേ ഇതിൽ പോലീസിന്റെ നടപടികൾ ഉൾപ്പെടെ വൈകുന്നു എന്നുള്ളൊരു പരാതിയും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പ്രദേശവാസികൾ അറിയിച്ചിട്ടുള്ളത്. നമ്മുടെ പ്രേക്ഷകർ ഇതിൽ പ്രതികരിക്കുന്നുണ്ട്, ശക്തമായി പ്രതികരിക്കുന്നു. പ്രദീപ് S എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറഞ്ഞിരിക്കുന്നത് വെള്ളനാട് ശശിക്കും ഈ കാവ് വെട്ടിത്തെളിച്ചതിൽ പങ്കുണ്ട് എന്ന് പറയുന്നു. അത് എന്തെങ്കിലും തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്നറിയില്ല. എന്തായാലും ഇക്കാര്യത്തിൽ പരാതി ഉയർന്നു കഴിഞ്ഞു. വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധം ഉയരുന്നു. അവിടുത്തെ നാഗവിഗ്രഹങ്ങൾ പോലും അദ്ദേഹം കവർന്നു കൊണ്ടുപോയി അല്ലെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ വാർത്തയിലുണ്ടല്ലോ. അപ്പോൾ ഈ നാഗവിഗ്രഹങ്ങൾ എടുത്തുകൊണ്ടുപോയി ഈ ഒരു ബ്രാഹ്മണ ഇല്ലത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ ഭൂമിയിലെ ഈ നാഗവിഗ്രഹങ്ങൾ കൊണ്ടുപോകുന്നു, കാവ് നശിപ്പിക്കുന്നു. ജനകീയ പ്രതിഷേധം ഏത് തരത്തിലായിരിക്കും അവിടെ ഉയരാൻ സാധ്യത രശ്മി കാർത്തിക? അത്തരം വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? രശ്മി, കേൾക്കാമെങ്കിൽ ഈ വലിയ പ്രതിഷേധം വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നു. ക്ഷേത്ര സംരക്ഷണ സമിതി അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു. പക്ഷേ അദ്ദേഹം കാണിച്ച ക്രൂരത അല്ലെങ്കിൽ അദ്ദേഹം കാണിച്ച ആ ധിക്കാരം ഏതൊരു ഹിന്ദുവിൻ്റെ വിശ്വാസത്തെയും മുറിവേൽപ്പിക്കുന്നതാണ്. അപ്പോൾ ആ നാട്ടിലുള്ള ഹൈന്ദവ വിശ്വാസികളുടെ ഒരു പ്രതിഷേധം ഏത് തരത്തിൽ ഉയരാനാണ് സാധ്യത രശ്മി കാർത്തിക? വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുന്നുണ്ട്. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഹിന്ദു വിശ്വാസികൾക്ക് വലിയ രീതിയിൽ അവർക്ക് വ്രണമേൽക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് ഇത്തരത്തിൽ ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഏറെ കാലമായി അയാൾ ക്ഷേത്രത്തിന്റെ കുറെ ഭൂമി ഇങ്ങനെ ഇത്തരത്തിൽ കയ്യേറി വരികയായിരുന്നു. അതിന് ഏറ്റവും ഒടുവിലാണ് ഒരു രാത്രി സംഘം ചേർന്നെന്ന് കാവ് വെട്ടിത്തെളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ഈ നാഗവിഗ്രഹങ്ങൾ അവിടെ നിന്നും എടുത്ത് അപഹരിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന
ഒരു സാഹചര്യം ഉണ്ടായത്. തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിനോടകം തന്നെ പ്രദേശവാസികൾ ഒന്നടങ്കം സംഘടിച്ചിട്ടുണ്ട്. പോലീസിൽ പരാതി നൽകിയത് കൊണ്ട് മാത്രമാണ് തൽക്കാലത്തേക്ക് മൗനം പാലിക്കുന്നത് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്ന ഒരു കാര്യം. പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായൊരു നടപടി ഇയാൾക്കെതിരെ ഉടൻ സ്വീകരിച്ചില്ലെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ കാവ് വെട്ടിത്തെളിക്കുക എന്നുള്ളത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇത് അതിപുരാതനമായ, അതായത് നമ്മളോട് പ്രതികരിച്ചവരുടെ കുട്ടിക്കാലം മുതൽ അവർ ആ കാവിലെത്തുകയും അവിടെ ആയില്യ പൂജ നടക്കാറുണ്ട്, അവിടെ പ്രാർത്ഥിക്കാറുണ്ട്. അവരുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത്രത്തോളം അതിപുരാതനമായ ഒരു കാവാണ്. ആ കാവിനെയാണ് ഇത്തരത്തിൽ വളരെ നീചമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് CPM നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അയാളുടെ സ്വന്തം ഭൂമി വിൽക്കുന്നതിന് വേണ്ടിയാണ് ഈ കാവ് ഇതേ രീതിയിൽ വെട്ടിത്തെളിക്കുകയും അതോടൊപ്പം തന്നെ വളരെ പരിപാവനമായിട്ടുള്ള നാഗവിഗ്രഹങ്ങൾ അപഹരിച്ച് അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും പോലീസ് ഇപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഉടൻ നടപടി ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് പ്രദേശവാസികൾക്ക് നൽകിയത് കൊണ്ട് മാത്രമാണ് അവർ താൽക്കാലികമായി മൗനം പാലിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും തരത്തിൽ ഉടൻ ശക്തമായ ഒരു നടപടിയിലേക്ക് കടന്നില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് പ്രദേശവാസികളും ക്ഷേത്ര സംരക്ഷണ സമിതി ഉൾപ്പെടെ നിലവിൽ അറിയിച്ചിരിക്കുന്നത്. വിനോദ്. അതെ, ഗിരിജ CS ചോദിക്കുന്നു, എന്ത് ഹിന്ദുനാമത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റിന് എന്ത് ഹിന്ദുനാമം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീതി എന്ന് പറയുന്ന പ്രേക്ഷക പറയുന്നു, നാഗങ്ങളെ നശിപ്പിക്കുന്നത് അത് വലിയ നാശത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് പറയുന്നു. വലിയ പ്രതിഷേധമാണ് ഈ നമ്മുടെ സമൂഹ മാധ്യമത്തിലും പ്രേക്ഷകർ ഇക്കാര്യത്തിൽ. ഇത് മാത്രമല്ല, അതിനോടനുബന്ധിച്ച് ആ പരിസ്ഥിതിയെ പോലും സംരക്ഷിക്കുന്നതായിരുന്നു ഇത്തരം കാവുകൾ. അതങ്ങനെ സംരക്ഷിക്കപ്പെട്ടു പോകുന്നതുമാണ്. വിശ്വാസങ്ങളും ഒപ്പം പ്രകൃതിയെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള കാവും കുളവും ഒക്കെ നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ വെട്ടി നശിപ്പിക്കപ്പെടുമ്പോൾ അത് ഇത്തരത്തിൽ ഹിന്ദു വിരുദ്ധതയ്ക്കൊപ്പം തന്നെ നമുക്കറിയാം അത് നമ്മുടെ നാടിന് കൂടി ആപത്താണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ കൂടി തീർച്ചയായും വിലയിരുത്തപ്പെടേണ്ട ഒരു വിഷയമാണ്. അതേസമയം എന്തുകൊണ്ട് നശിപ്പിക്കാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ വെട്ടി നശിപ്പിക്കലുകൾ നടക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇത് എന്തുകൊണ്ട് ഈ ഇത്തരം നാഗരികാവുകളിലേക്കൊക്കെ ചോദിക്കാനും പറയാനും ആർക്കും ഇല്ലാതെ കടന്നു കയറാൻ കഴിയുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട വിഷയവും തന്നെയാണ്.